ഭരണഘടനാ സംരക്ഷണമാണ് തന്റെ ദൗത്യമെന്ന് ഹാരിസ് ബീരാൻ. തന്നെ തെരഞ്ഞെടുത്തതിൽ പാർട്ടിയോട് നന്ദിയുണ്ടെന്നും പാർട്ടി അർപ്പിച്ച വിശ്വാസം കാത്തു സംരക്ഷിക്കുമെന്നും ഹാരിസ് ബീരാൻ മീഡിയ വണ്ണിനോട് പറഞ്ഞു. UDF ഔദ്യോഗികമായി രാജ്യസഭാ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയാണ് അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ മീഡിയ വണ്ണിനോടൊപ്പം ചേരുകയാണ്. അങ്ങനെ രാജ്യസഭാ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞിരിക്കുന്നു. എന്താണ് ആദ്യ പ്രതികരണം? വളരെ സന്തോഷമുണ്ട്. പാർട്ടി ഇങ്ങനത്തെ ഒരു ദൗത്യം നമ്മളെ ഏൽപ്പിച്ചതിലും പാർട്ടി എന്നിലൊരു വിശ്വാസം അർപ്പിച്ചതിലും വലിയൊരു സന്തോഷമുണ്ട്. ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങളോടും കുഞ്ഞാലി സാഹിബിനോടും ലീഗ് നേതൃത്വത്തിനോടുള്ള എൻ്റെ സന്തോഷവും നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഒട്ടനവധി നിയമ പോരാട്ടങ്ങൾ അങ്ങ് നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു 10 വർഷക്കാലം വളരെ വലിയ രീതിയിലുള്ള പോരാട്ടങ്ങളായിരുന്നു. ഇപ്പോൾ വീണ്ടും മോഡി സർക്കാർ അധികാരത്തിൽ അല്ലെങ്കിൽ NDA സർക്കാർ അധികാരത്തിൽ കയറിയിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തിൽ രാജ്യസഭയിലേക്കുള്ള പ്രവേശനത്തെ നോക്കിക്കാണുന്നത്? ഒരു സഭാംഗം എന്ന നിലയിൽ പ്രതിപക്ഷത്തിരിക്കുമ്പോഴാണ് ഏറ്റവും അധികം ഷൈൻ ചെയ്യാൻ പറ്റുന്നുള്ള വിശ്വാസിയാണ് ഞാൻ. കാരണം ഈ സർക്കാർ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ സർക്കാർ എടുക്കുന്ന ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള തീരുമാനങ്ങളെല്ലാം സഭയിൽ വെച്ചിട്ട് തന്നെ പൊളിച്ചടക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് സംസാരിക്കുകയാണെങ്കിൽ, അത് സർക്കാരിന് മനസ്സിലാവുകയാണെങ്കിൽ ആ തീരുമാനം അവിടെ വെച്ചിട്ട് വേണമെങ്കിൽ സർക്കാരിന് മാറ്റാം. അപ്പോൾ ആ തീരുമാനം മാറ്റിയില്ലെങ്കിലാണ് പിന്നെ നിയമമായി മാറുന്നതും അത് പിന്നെ ഭരണഘടനാ വിരുദ്ധ നിയമമായിട്ട് കോടതികളിൽ പോകുന്നതും പിന്നെ ആ പോരാട്ടങ്ങൾ നീണ്ടുപോകുന്നതും ഒക്കെ. ഇപ്പോൾ 2019 പാസ്സാക്കിയ പൗരത്വ നിയമമാണ് ഇപ്പോഴും കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ദൗത്യമായിരിക്കും അത് ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പോഴും അത് പൂർത്തിയായിട്ടില്ല. താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ CA അടക്കമുള്ള വിഷയങ്ങൾ ഇപ്പോഴും നിൽക്കുകയാണ്. ജാതി സെൻസസ് തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ ഇനിയിപ്പോൾ എങ്ങനെയായിരിക്കും മുന്നോട്ടുള്ള? ജാതി സെൻസസ് എന്ന് പറയുന്നത് പാർലമെന്റ് ഓൾറെഡി പാസ്സാക്കിയ നിയമം അതിനകത്തുണ്ട്. പക്ഷേ അത് ഗവൺമെന്റ് നടപ്പാക്കാത്തത് കാരണമാണ് നമ്മൾ കോടതിയിൽ പോയിരിക്കുന്നത്. സുപ്രീം കോടതിയിൽ കോടതി അലക്ഷ്യ കേസ് ഫയൽ ചെയ്തിട്ട് ആ കോടതി അലക്ഷ്യ കേസിൽ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനും കേരള സർക്കാരിനും നോട്ടീസ് അയച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിനെ സംബന്ധിച്ചാൽ പാർലമെന്റ് ഓൾറെഡി നിയമം പാസ്സാക്കിയിട്ടുണ്ട്. പാർലമെന്റിൽ നിയമം ഇല്ലാത്തതിന്റെ കുറവല്ല, പക്ഷേ അത് ഗവൺമെന്റ് നടപ്പാക്കാത്തതിന്റെ കുഴപ്പമാണ്. അത് നടപ്പാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കോടതിയിൽ കേസ്. ആ കേസുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. ഡൽഹിയിലായിരുന്നു ഇത്രനാൾ കേന്ദ്രീകരിച്ചിരുന്നത്. ഇനിയിപ്പോൾ എങ്ങനെയാണ് കേരളത്തിൽ ഉള്ള ഒരു പ്രവർത്തനം? ഓഫീസ് ഡൽഹിയിൽ കേന്ദ്രീകരിച്ചത് കൊണ്ടായിരിക്കണം ഒരു പക്ഷേ പാർട്ടി നേതൃത്വം എന്നെ പരിഗണിച്ചത്. കാരണം ഇത് ഡൽഹിയിലേക്ക് 24 മണിക്കൂറും അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഒരാൾ വേണമെന്നുള്ള ഒരു മെസ്സേജാണ്. അപ്പോൾ അതുകൊണ്ട് ഡൽഹിയിൽ തന്നെ ഞാൻ ഉണ്ടാകും. പക്ഷേ എറണാകുളം കേന്ദ്രീകരിച്ചും ഞാൻ ഓഫീസ് ഇടണം എന്നുള്ളതും ഇവിടുത്തെ ദക്ഷിണ കേരളവും ഡൽഹിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന തരത്തിലുള്ള ലൈസൻസിങ് നടത്തണം എന്നുള്ളതും പാർട്ടി നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും. രാജ്യസഭയിൽ പ്രതിപക്ഷ ശബ്ദമാകുന്നതിനോടൊപ്പം തന്നെ താൻ തുടങ്ങിവെച്ച നിയമ പോരാട്ടങ്ങളെല്ലാം തുടരും എന്ന് തന്നെയാണ് ഹാരിസ് ബീരാൻ സൂചിപ്പിക്കുന്നത്.